ഇന്ന് നമുക്ക് ഒരു കാത്തു തീം കേക്ക് ചെയ്താലോ? കസ്റ്റമർ എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതന്നൊരു കേക്കാണ് കേട്ടോ ഇത്. കാത്തു തീം ആയാൽ മതി എന്നുള്ള ഡിമാൻഡ് മാത്രമേ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നമുക്ക് കുറച്ച് ഗ്രാസ് വരച്ചു കൊടുക്കാമല്ലേ? അതിനായി ഞാനിവിടെ ഗ്രാസ് നോസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചില കസ്റ്റമേഴ്സ് നമ്മുടെ ഇഷ്ടത്തിനൊരു വർക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി തോന്നാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള വർക്കുകളാവും. ഇന്നിപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതും അത് തന്നെയായിരുന്നു. ഈ തീം കേക്കുകളൊക്കെ അറിയാൻ തുടങ്ങിയതേ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമായിരുന്നു. അതുവരെ നമുക്ക് ആകെ അറിയണത് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും മാത്രമായിരുന്നു. ഇപ്പോഴും എല്ലാ തീമൊന്നും എനിക്കറിയില്ല കേട്ടോ. ചില കസ്റ്റമേഴ്സ് വിളിച്ച് തീമിൻ്റെ പേര് പറയുമ്പോൾ ഞാൻ അന്തം വിടാറുണ്ട്. അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ പിന്നെന്താ ചെയ്യാലോ എന്നൊക്കെ പറയും. ഫോൺ വെച്ച ഉടനെ പിൻട്രസ്റ്റിൽ പോയി തപ്പും. പിൻട്രസ്റ്റും ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകണം. 1 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ ഇത്. 5 ഇഞ്ച് ടിന്നിൽ 2 സ്പഞ്ച് ബേക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ റോൾ കേക്കായി ചെയ്തത്. പലരും വിചാരിക്കണതേ ഈ തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ റേറ്റ് ഒന്നും വരില്ല എന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. നോർമലി ഒരു കേക്ക് ചെയ്യണതേക്കാൾ ടൈമും എഫേർട്ടും വേണം തീം കേക്ക് ചെയ്യാൻ. പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് പ്രിൻറ്റ്, ബോൾസ്, ഫൊണ്ടൻറ്റ്, ടോപ്പർ അങ്ങനെ വയ്ക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ റേറ്റ് അനുസരിച്ചാണ് ഓരോന്നിനും റേറ്റ് വരുന്നത്. അപ്പോൾ നോർമലും തീമും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? പിന്നെയുള്ളൊരു ഡൗട്ടാണ് പല ഡിഫറൻസ് ഫ്ലേവേഴ്സ് കൊടുക്കുമ്പോൾ ആ കളർ ചെയ്യാൻ പറ്റുമോ, ഈ കളർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഉള്ളിൽ നമുക്ക് ഏത് ഫ്ലേവർ വേണേലും കൊടുക്കാം, പുറത്ത് നിങ്ങൾ പറയുന്ന തീമും ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നോർമൽ ഫ്ലേവർ ഒരു കേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തീം കേക്ക് ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ട്രഫിൾ ഒഴിച്ച കേക്കാണേലും നട്ട്സ് ഇട്ട കേക്കാണേലും പുറമേ നിന്ന് അതൊക്കെ ഒഴിവാക്കിയാണല്ലോ തീം വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഈ ഫൊണ്ടൻ്റ് വർക്കിനേക്കാൾ കൂടുതൽ ഭംഗി എനിക്ക് സ്റ്റിക്കർ വർക്കാണ് കേട്ടോ തോന്നിയിരിക്കണത്. അത് ഫൊണ്ടൻ്റ് വർക്ക് ചെയ്യാനുള്ള എൻ്റെ മടി കൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹോം ബേക്കേഴ്സാണ് തോന്നുന്നു സ്റ്റിക്കർ വർക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത്. ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കാം. ബേക്കറികളിലൊക്കെ ഞാൻ മുമ്പ് ഫൊണ്ടൻ്റ് വർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. കസ്റ്റമർക്ക് ഈ വർക്ക് ഇഷ്ടപ്പെടണേ എന്നൊക്കെ കരുതിയാട്ടോ തുടങ്ങിയത്. ഫൈനൽ വർക്ക് കഴിഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതങ്ങോട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ കിട്ടുന്ന ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കേക്കിൻ്റെ ഭംഗിയൊക്കെ കൂടുതലും വരുന്നതേ അതിലിരുന്ന ഷുഗർ ബോൾസുകളോ അതിലല്ലെങ്കിൽ അതിൽ വയ്ക്കുന്ന അലങ്കാര വസ്തുക്കളുടെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാനിതിൽ കുറച്ച് ഷുഗർ ബോൾസുകളും അതുപോലെ തന്നെ കുറച്ച് ബട്ടർഫ്ലൈസും പിന്നെ കുറച്ച് ഫൊണ്ടൻ്റ് ഫ്ലവേഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫൊണ്ടൻ്റ് ഫ്ലവേഴ്സൊക്കെ ചെയ്തതേ അതിൻ്റെ ഒരു അച്ചിലാണ് കേട്ടോ. അത് ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ലേസർ പ്രിൻറ്റിലാണ്. ഈ ലേസർ പ്രിൻറ്റ് നമുക്ക് ഫോം ബോർഡ് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുന്ന ഷോപ്പുകളിലാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം.